പിന്നെ ഇതിനകത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാന് ആത്മസമർപ്പണം നടത്തിയിട്ടാണ് ഭക്തർക്ക് കൊടുക്കുന്നത്. അതിനകത്ത് ക്ഷതം വരാൻ പാടില്ല, അതിന് ഞാണ് കുഞ്ചലവും ഞാണും കെട്ടഴിക്കാൻ പാടില്ല. അതിനൊരു ക്ലാമ്പൊക്കെ വിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഞാണിനെ പലരും അതിനെ അഴിച്ചിട്ട് തൂക്കി ഇടാറുണ്ട്. അങ്ങനെ ഇടാൻ പാടില്ല. കാര്യം നമ്മൾ ഭഗവാനെ ഒന്ന് ബഹുമാനിക്കണം. അടിയിൽ ഒരു താങ്ങ്, ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ക്ലാമ്പോ ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യണം. വളരെ ഭക്തിയോടുകൂടി നമ്മൾ ആ വില്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചാൽ അതിൻ്റേതായ ഗുണം ആ വീട്ടിലുണ്ടാവും. നമുക്ക് ഇപ്പം പലരും ഒരു വീട്ടിലെ ഗൃഹപ്രവേശം നടക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ട് ഇപ്പോൾ ഈ ഓണവില്ല് ചൂസ് ചെയ്യുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ പലർക്കും ചിലപ്പോൾ അത് കയ്യിൽ കിട്ടുന്നവർക്ക് അറിയില്ല ഇതെന്താണ് എന്ന് പോലും അപ്പോൾ അറിയുന്ന ആൾക്കാർ, പറഞ്ഞറിയുന്ന ആൾക്കാരേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഒരാൾക്കൊരു ഗിഫ്റ്റ് കിട്ടി വീട്ടിൽ നമുക്ക് വാസ്തുവൊക്കെ നോക്കി അത്യാവശ്യം നോക്കി എങ്ങനെയൊക്കെയാണ് വെക്കാൻ സാധിക്കുന്നത് എന്ന് പറയാമോ? ഇവിടെ അതുപോലെ പാലുകാച്ചിന് ധാരാളം ആൾക്കാർ പാലുകാച്ചിന് വേണ്ടിയിട്ട് വന്ന് വില്ല് വാങ്ങാറുണ്ട്. അപ്പം അത് മാത്രമല്ല, സുഹൃത്തുക്കൾക്ക് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന കാര്യം പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ടത്, നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഒരു ഭാഗത്ത് ഓണവില്ല് വയ്ക്കുക. കഴിയുന്നതും കിഴക്കോട്ട് ദർശനം വയ്ക്കുക. കാരണം പത്മനാഭസ്വാമി ശയിക്കുന്നത് കിഴക്ക് ദർശനത്തിലാണ്. തെക്ക് തലയും വടക്ക് പാദവുമായിട്ടാണ് ശയിക്കുന്നത്. അപ്പോൾ കിഴക്കോട്ട് തിരിച്ച് വയ്ക്കുക. അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കുക. തെക്കോട്ട് മുഖം വരുന്ന തരത്തിൽ വയ്ക്കാതിരിക്കുക. രണ്ടാമത്, ഇത് തൂക്കിയിടരുത്. അതായത് ഞങ്ങൾ ജപിച്ച് കെട്ടുന്ന കുഞ്ചലവും ഞാണും ഒക്കെ ജപിച്ച് കെട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാണിനെ പലരും അതിനെ അഴിച്ചിട്ട് തൂക്കി ഇടാറുണ്ട്. അങ്ങനെ ഇടാൻ പാടില്ല. കാര്യം നമ്മൾ ഭഗവാനെ ഒന്ന് ബഹുമാനിക്കണം. അടിയിൽ ഒരു താങ്ങ്, ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ക്ലാമ്പോ ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യണം. വളരെ ഭക്തിയോടുകൂടി നമ്മൾ ആ വില്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചാൽ അതിൻ്റേതായ ഗുണം ആ വീട്ടിലുണ്ടാവും. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഇതിനകത്ത് ആണി അടിക്കാൻ പാടില്ല. കാര്യം അത്രത്തോളം നമ്മൾ ഡെഡിക്കേറ്റായിട്ട് ചെയ്യുന്നൊരു സംഗതി ആയതുകൊണ്ട് അതിനകത്ത് ക്ഷതം വരാൻ പാടില്ല, അതിന് ഞാണ് കുഞ്ചലവും ഞാണും കെട്ടഴിക്കാൻ പാടില്ല. അതിനൊരു ക്ലാമ്പൊക്കെ വിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അതിനെ പിന്നീട് പൂജയോ ആഹാരമിട്ട് അലങ്കാരമോ അങ്ങനെയൊന്നും എൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആ എനർജി, ഭഗവാന്റെ സാന്നിധ്യം, നിറസാന്നിധ്യമായിട്ട് ആ വീട്ടിലുണ്ടാവും. ഇനി ഇതിൻ്റെ നിറം മങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ആവുന്ന സമയത്ത് നമ്മളത് മാറ്റണോ? ഇപ്പം പലരും പല വർഷങ്ങളായിട്ട് ഇപ്പം തന്നെ ഒരു 10-12ഓളം വില്ലുകൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വില്ല് കൊണ്ടുവന്നിട്ട് അവർക്ക് അതിൻ്റെ കുഞ്ചലവും ഞാൻ നിറം മങ്ങാറുണ്ട്. അതിൻ്റെ മാറ്റിയിട്ട് ഒന്ന് പുതുക്കി അവർക്ക് വീണ്ടും അവരുടെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞ് പൂജിച്ച് കൊടുക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഓണവില്ല് വാങ്ങാൻ പോയി, കുടുംബത്തിൽ പോയി, സത്യം പറഞ്ഞാൽ അതിശയം തോന്നി. അവരകത്ത് അവരുടേതായ ഒരു ക്ഷേത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട്. അല്ല, ആ ക്ഷേത്രം ഒരു കുഞ്ഞു ക്ഷേത്രം, അതിനകത്ത് അവർ കയറി അത് ജപിച്ച് കയ്യിൽ കൊണ്ട് തന്നപ്പോൾ രോമാഞ്ചം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അത്രമാത്രം വ്രതശുദ്ധിയോടെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആര് വന്നാലും ഇത് വെറുതെ എടുത്തു കൊടുക്കുകയല്ല, അതിൻ്റെ ചടങ്ങ്. അതായത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന തെക്കത്, ഇതൊരു തെക്കത് സമ്പ്രദായമാണ്. ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. ആ കൂട്ടുകുടുംബം തലമുറയായിട്ട് 8 തലമുറ കൊണ്ട് ആചരിക്കുന്ന തെക്കതാണ്. അപ്പോൾ ഈ തെക്കതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഭഗവാനെ പടിഞ്ഞാറോട്ട് വില്ല് കാണിച്ചാൽ മതി. ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സമർപ്പണമായി കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാന് ആത്മസമർപ്പണം നടത്തിയിട്ടാണ് ഭക്തർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കണക്കുണ്ട്. ഇത് നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ചെയ്യാൻ വന്ന ശില്പികളുടെ ഈ ഭൂമിയിൽ വെച്ചിട്ടാണ് കണക്കുകളൊക്കെ നിർണ്ണയപ്പെടുത്തി അവിടെ പോയത്. അത്രത്തോളം പവിത്രമായ ഭൂമിയാണ് ഈ ഭൂമി. അപ്പോൾ അതിൻ്റേതായ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വില്ലിപ്പം 41 ഇപ്പോഴത്തെ അനുഭവമാണ്. ഞങ്ങൾ 41 ദിവസത്തെ വ്രതത്തോടു കൂടി ഭഗവാനെ വരച്ചുകൊണ്ടിരിക്കുക. ഈ സമയമെല്ലാം ഭഗവാൻ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ വില്ല് കൊണ്ട് അവിടെ കൊണ്ട് വച്ച് ഇത് ഭഗവാന്റെ ആ വിഗ്രഹത്തിലോട്ട് ചാർത്തുന്ന സമയത്ത് ഭഗവാന്റെ ശക്തി അതിനകത്തോട്ട് ലയിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വില്ലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത്രത്തോളം ഭക്തിയോടുകൂടി അത്രത്തോളം പരിപാവനമായിട്ട് ചെയ്ത് സമർപ്പിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് കാലികമായിട്ട് പല കാര്യങ്ങളിലും ഇതിനകത്ത് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാം ഞങ്ങൾ ഭഗവാനോട് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം ഭഗവാനോടും പരിഭവമില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്ര നിർമ്മിതിക്ക് മുൻപായിട്ട് കണക്കുകൾ
തിട്ടപ്പെടുത്തിയ ഒരു ഭൂമിയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമൊക്കെ വസിക്കുന്നത്. അതോടൊപ്പം ഈ ഓണവില്ലിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ ഭൂമിയിൽ വന്ന് ഒരല്പനേരം ഇവിടെ നിൽക്കാൻ സാധിക്കുക, ഇവരുടെയൊക്കെ ആ ഒരു സന്തോഷത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു അവർ നമ്മളെ കെയർ ചെയ്യുന്ന ആ ഒരു കുറച്ച് നിമിഷങ്ങൾ അവരോടൊപ്പം നമുക്ക് ചെലവിടാൻ സാധിക്കുക, അതൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു പുണ്യമാണ്. എന്തായാലും ആ ഒരു പുണ്യത്തിന് കാരണമായതിന് അതുപോലെ തന്നെ ഒരു ചിത്ര മെഡിക്കൽ സെൻ്ററിൽ ജോലിയുള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടുത്തുകാരല്ല, കൽക്കട്ടക്കാരാണ്. ഒരുപാട് ധാരാളം ആൾക്കാർ പുറത്ത് ഭാരതത്തിന് കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വരുന്നുണ്ട്. അവർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് എന്താണ് കാര്യം, പാരമ്പര്യമാണ്. ഈ പാരമ്പര്യ സമ്പ്രദായത്തിൽ ഇന്നും പഴമയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഓണവില്ല്. അപ്പോൾ ആ നിഷ്ഠയും ചിട്ടയും എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി ധാരാളം കുട്ടികൾ വരാറുണ്ട്. അങ്ങനെ പുറത്തു നിന്നും കൽക്കട്ടയിലുള്ള ഒരു ഡോക്ടർ ചിത്ര മെഡിക്കൽ സെൻ്ററുണ്ട്. അദ്ദേഹം ഭാര്യയും കൂടി ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പറയാണ്, ഞാൻ 1 മണിക്കൂർ ഞാനിവിടെ ഇരുന്നോട്ടോ, എനിക്കിവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ള എല്ലാ ടെൻഷനും ഒഴിവായി കിട്ടുന്നുണ്ട്. മാസത്തിൽ 1 പ്രാവശ്യം ഞാനിവിടെ വന്ന് തൊഴുതോട്ടോ എന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വളരെ അതിശയത്തോടെയാണ് കേട്ടോണ്ടിരുന്നത്. കാര്യം ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട്, ഈ അമ്പലത്തിൻ്റെ മുമ്പ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ വേറൊരു ലോകമാണ്, വേറൊരു മായിക ലോകത്തിലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു പ്രതീതിയാണ്. ഞങ്ങൾക്കതറിയാം. ഞങ്ങൾ ഇവിടെ ഇതിനകത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് വൈകുന്നേരം ദീപാരാധനയോടുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അത്രത്തോളം പവിത്രമായ സ്ഥലമാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റേതായ അനുഭവങ്ങൾ, പലരും പുല്ലരിക്കാറുണ്ട്, ദേഹം ഇവിടെ കയറുമ്പോൾ കുളിര് കോരാറുണ്ടെന്ന് പറയാറുണ്ട്. ഞങ്ങൾക്കത് വളരെ 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 സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം ഞങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അത്. അടുത്ത ജന്മം അല്ല, അടുത്ത ജന്മം എന്നല്ല, ഇനിയുള്ള ജന്മങ്ങളെല്ലാം ഭഗവാന് വേണ്ടി ജീവിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഓണത്തിന് വില്ല് സമർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഓണവില്ല് വെക്കാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അടുത്ത ഓണവില്ല് നിർമ്മാണം. കാര്യം ധാരാളം ഭക്തജനങ്ങൾക്ക് വില്ലുകൾ വരയ്ക്കും. എല്ലാ ദിവസവും വില്ല് വരയ്ക്കുകയാണ്. എല്ലാ ദിവസവും ഭഗവാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതൊരു ഗിന്നസ് റെക്കോർഡാണ്. ഒരുപക്ഷെ ഗിന്നസ് റെക്കോർഡോ ലോക റെക്കോർഡോ ആയിരിക്കും. കാര്യം ഒരേ പടം ഒരേപോലെ 10,000 കണക്കിന് ഇത് ഇപ്പം തന്നെ ഞങ്ങളുടെ കൈകളിലൂടെ വരച്ച് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം ദിവസവും ഭഗവാനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കണ്ണടച്ചുകൊണ്ടിരുന്നാലും ഭഗവാനെ വരയ്ക്കാൻ പറ്റും. അത്രത്തോളം ഭഗവാനെ സൃഷ്ടിച്ച് കഴിഞ്ഞു. കണ്ണടച്ചിരുന്നാലും ഭഗവാനെ വരയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഒരു നാടൻ പ്രയോഗമുണ്ട്, അരച്ച് കലക്കി കുടിക്കുക എന്ന്. ഒരു പക്ഷേ അങ്ങനെ ഒരു ജന്മം അദ്ദേഹത്തിന് ഭഗവാൻ തന്നെയാണ് സമ്മാനിച്ചത്. മാത്രമല്ല, എൻ്റെ അനിയന്മാരുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയനാണ് സുദർശൻ. ധാരാളം ക്ഷേത്രങ്ങളുടെ ശില്പിയാണ്. ഇതിൻ്റെ കണ്ണ് തുറക്കുക, മിഴികൾ തുറക്കുക എന്ന് പറയുന്നത് അനിയനാണ്. ഞങ്ങളൊക്കെ ഇതിനെ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവസാന കർമ്മം, അത് അനിയൻ്റെ മനസ്സ് പോലെ ആയിരിക്കും അന്നത്തെ ഭഗവാന്റെ ഭാവം. അന്ന് സങ്കടമാണെങ്കിൽ സങ്കടമായിരിക്കും. അതുകൊണ്ട് കഴിയുന്ന സങ്കടം വരാതെ നോക്കും, സന്തോഷിപ്പിച്ചിരിക്കും. പക്ഷേ അനിയൻ വന്നിട്ട് അതിൻ്റെ മിഴികൾ തുറന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ചിത്രമാണ് അനിയൻ വരയ്ക്കാറുണ്ട്. മിഴികളെ തുറന്ന് ആണ് ഏൽപ്പിക്കാറുണ്ട്. അവനാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നത്. അത് ചിത്രം വരച്ച് പൂർത്തിയാക്കുന്നത് അനിയനാണ്. ശ്രീ പത്മനാഭദാസൻ എന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും വിളിക്കാം. പത്മനാഭദാസൻ, പത്മനാഭന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി, ഒപ്പം സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബത്തിലെ മുതിർന്ന കാരണവർ. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തതാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. വളരെ സന്തോഷം. ഓണക്കാലത്ത് മാത്രമേ ഞാൻ അങ്ങേ കാണാൻ വരാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ആ അമ്പലത്തിൽ വന്ന് തൊഴാം. അപ്പം ഞാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, മാസത്തിൽ 1 തവണയെങ്കിലും ഇവിടെ വന്ന് ഒരല്പനേരം ഇരിക്കുക. കാരണം അത്രത്തോളം പോസിറ്റീവ് എനർജി അത് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. വളരെ സന്തോഷം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ അങ്ങിൽ ചൊരിയട്ടെ, അങ്ങയോടൊപ്പം അങ്ങയുടെ സഹോദരങ്ങൾക്കും കുടുംബത്തിനും. താങ്ക് യു.